ഗൈസ് നോക്കൂ, നമ്മളുണ്ടല്ലോ ഇപ്പോൾ ഏതാണ്ട് 2019 യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോൾ 2025 നമ്മൾ ഇത്രയും യാത്രയിൽ നമ്മൾ പല രാജ്യത്ത് ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ നമുക്കുണ്ടാകുന്ന ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെന്നാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മതം പറയും, അവരവരുടെ ഇത് പറയും, കഴിഞ്ഞു. ഇനി വിദേശ രാജ്യങ്ങളിൽ കുറേ സ്ഥലത്ത് നമ്മൾ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മളോട് നമ്മുടെ മതം ചോദിക്കും. അത് പോലീസുകാരായാലും ചോദിക്കും, പട്ടാളക്കാരായാലും ചോദിക്കും, ഏത് ഉദ്യോഗസ്ഥരായാലും ചോദിക്കും, ലോക്കൽ ആൾക്കാരാണ് ചോദിക്കും, അത് ഇന്ത്യയിലായാലും ചോദിക്കും, പുറത്തായാലും എവിടെയായാലും ചോദിക്കും. അത് പറയുന്നു, അത് കഴിയുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു അവസ്ഥയുണ്ടായി. അതായത് ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത്. ഞങ്ങൾ സാധാരണ എല്ലാ സ്ഥലത്തും വെക്കുന്ന പോലെ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ അങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഞങ്ങൾ ഭക്ഷണം വെക്കുന്നത് ഒരാൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇൻസൈഡ് ചെയ്തൊരു പുള്ളി. അങ്ങനെ പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പുള്ളി തെറി എന്ന് പറഞ്ഞാൽ തെറിയുന്നു. കേരളക്കാരെ പൂരം തെറി, പിന്നെ ഞങ്ങളെ പൂരം തെറി. ഞങ്ങൾ കൺവെൻഷന് വന്നതെന്ന് പറഞ്ഞാണ് പുള്ളി തുടങ്ങിയത്. അപ്പം ആദ്യമൊക്കെ ഞങ്ങൾ കുറേ ക്ഷമിച്ചു. പിന്നെ ഞങ്ങളും ശരിക്കും പുള്ളിയോട് പറഞ്ഞു, ഞങ്ങൾ ഇതല്ല ഞങ്ങൾ ചെയ്യാൻ, ഞങ്ങളുടെ പരിപാടി ഇതല്ല, ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകുമെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ലായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾക്കും തിരിച്ചു പറഞ്ഞു. അപ്പോൾ ആ ക്ലിപ്പ് നിങ്ങൾ ഇത് കഴിഞ്ഞ് കാണുക. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മളങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതേപോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ ഈ യാത്രയിലാണ് കൂടുതൽ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഇച്ചിരി കൂടുതലായിട്ട് ഇന്നലെയാണ് സംഭവിച്ചത്. നമ്മൾ മറ്റേ മാവോയിസ്റ്റ് ഏരിയ ഉള്ള സ്ഥലം എവിടെയായിരുന്നു? ഛത്തീസ്ഗഡ്, ഒറീസ, അവിടെ എല്ലാം ചെന്നപ്പോൾ നമ്മളോട് കേരളത്തിൽ നിന്നാന്ന് വരും ഇതേ സംഭവം തന്നെ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞിട്ട് ഏതോ ഒരു ദേഷ്യത്തോടെ നമ്മളോട് അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഇയാളെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഇങ്ങോട്ട് വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ കേരളത്തിലൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിങ്ങ് തുടങ്ങി. പിന്നെ ഞങ്ങളങ്ങ് ചൂടായി. അപ്പോഴത്തേനും അവൻ ആദ്യം വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വണ്ടിയുടെ ഹെൽമെറ്റായിട്ട് വന്നു. ഹെൽമെറ്റ് ഇട്ടിട്ടാണ് ഇയാൾ സംസാരിച്ചത് അല്ലേ? बोलो यार, एक बार बोलो जाओ। बोलेगा अभी बोलेगा। हाँ बोलो, एक बार बोलो। कम आओ। मैं घूमने के लिए आदमी है और का मैं यूट्यूबर है, पूरे इंडिया का मेरे को पता है। तो क्या नहीं, आप क्या बोलेगा? आप क्या बोलेगा? मैं कि अगर तुम ठीक है उसको कर लो, उसका दिक्कत नहीं है। अगर तुम देखो घूमने के लिए आया कोई दिक्कत नहीं, घूमो खाओ पियो मजा करो, ठीक है। लेकिन अगर कन्वर्ट करने के लिए आया तो एक बार रुको। मैं ब्लॉगर है, मेरा काम यही नहीं है, ये नहीं एम नहीं है। मैं आपको बोलेगा नहीं, क्योंकि आपका ही नहीं क्या हो रहा है ना, यहाँ पे क्या हो रहा है, केरला के लोग आते हैं, गरीब लोगों को वो कन्वर्ट करते, पुअर लोगों को ये सब करते। मेरा काम यही नहीं है। जो है ना आपका एक मिनट, आपका पास फोन है ना, सर्च करो, सर्च करो। मेरा काम यही है ना, आपको देखो, मेरा काम यही नहीं है। मैं अच्छा आदमी है। मैं इधर 5 टाइम आएगा, उधर दार्जिलिंग का एक स्कूल है ना, कोई दिक्कत नहीं। आपका परमिशन मेरे को कुछ नहीं चाहिए भैया। ये इंडिया है, परमिशन का बात नहीं है। आप एक ही है, मैं एक ही है। ये इंडिया है, मेरा जगह है। मैं कन्वेंशन, मेरा काम नहीं है। आप घूमो कुछ भी करो। हाँ, आप बोले नहीं है। ये इधर पार्किंग के लिए, उधर पार्किंग के लिए मेरे को परमिशन नहीं है। हाँ, कुछ भी करो, जो करना जैसे नॉर्मल यहाँ का लोकल लोग करता, हम आप पतो एक मिनट अगर होगा तो एक मिनट नहीं एक मिनट आप पतो। आपका ये फोन है ना, ये फोन में मैं क्या काम करने के लिए आप देखो, इसमें आप बोलो। मेरा आईडी चाहिए। नहीं आईडी, अरे मैं वो नहीं, यूट्यूब का आईडी बताओ क्या है। हाँ, फोन ले लो। फोन मेरा चार्ज नहीं है तो मेरा प्रॉब्लम नहीं है। मेरा प्रॉब्लम नहीं। नाम बताओ ना तो ध्यान रहेगा ना, मैं भी जाते चार्ज करूंगा ना। देखो उधर मेरा ब्लॉग का चैनल का नाम है ई बुलजेट। मैं दार्जिलिंग में चैनल का आईडी बोलो बस। एक मिनट रुको। इधर आर्मी है आप? नहीं कुछ इतना क्वेश्चन करके आप कौन है? इसलिए आप कौन है? आईडी दे दो आपको, आईडी दे दो। इसलिए कर रहा है, सुनो इसलिए कर रहा है। कौन है इतना क्योंकि यहाँ पे सुनो, मेरा प्रॉब्लम नहीं है। सुनो यहाँ पे इसलिए कर रहा है, यहाँ पे जो माहौल जो है ना पूरा एकदम गड़बड़ कर दिया है। मैं करेगा, मैं करे नहीं है ना। रुको स्टॉप करो। पुलिस आओ, जाओ आईडी दो, आपका आईडी दे दो।
അല്ല guys, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Guys, നോക്കൂ, അങ്ങനെ നമ്മൾ ചിത്രകുണ്ട വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ആ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് നമ്മളങ്ങനെ സിലിഗുരി കഴിഞ്ഞ് ഡാർജിലിങ്ങിന് പോകുന്ന വഴിക്കാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മിറുക്കും പോകുന്ന വഴികളും സംഭവങ്ങളുമാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം പിറുക്ക്, അലമ്പ് പിറുക്ക്. നമ്മൾ മിറുക്കിലോട്ട് പോകുന്ന പിറുക്കിനെ കൂട്ടിയിട്ടാണ്. ഗൈസ് അലമ്പാട്ടോ, ശ്രദ്ധിക്കണേപ്പാ. അയ്യോ, ശ്രമിക്കണോ? ശ്രമിച്ചു. ഞാൻ പറയാം ഗൈസ്, നമ്മളിപ്പോൾ സിലിഗുരി മൊത്തപ്പാളി പോയി സിലിഗുരി ഇന്ന് മെറുക്കി പോകുന്ന വഴിയാണ്. അതിമനോഹരമായ തണുപ്പ് കാറ്റ് വീശുന്ന സ്ഥലമാണ് ഗൈസ്. ഇന്ന് 2 തെറി കൂടുതൽ കേൾക്കുന്നു. എനിക്ക് പേടിയാവുന്നു, എന്റെ കാല് പറയ്ക്കുന്നു. പിന്നെ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള കാര്യമൊന്നും. ഗൈസ് നോക്കൂ, നമ്മള് അങ്ങനെ നേരെ പോവുകയാണ് ഡാർജിലിങ്ങിന്. നമ്മൾ ഇത്രയും നാളും ഈ റൂട്ടിൽ സഞ്ചരിച്ചിട്ട് ഗൈസ് നമ്മൾ പോകാത്ത ഒരു കിടിലൻ റൂട്ടിലാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത്. പെർക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ട്. പെർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല. എന്റെ അപ്പൻ ഇതേ നിൽക്കുന്നു മേളിൽ. മനോഹരമായ സ്ഥലം. ഇതൊക്കെ കണ്ടില്ല, ജീവിതത്തിൽ ഒന്നുമില്ല. ഇതൊക്കെ കണ്ട് തൃപ്തി അടയുക, അതാണ്. എന്നിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് സന്തോഷിച്ച് ഞാനൊരു കേസ് പറയാം. നമ്മളെ അമ്മ പറഞ്ഞു ഈ ചെരുപ്പ് മാറ്റണം, ഈ ചെരുപ്പ് കൊണ്ട് തെന്നി വീഴും. നമ്മ 2-3 പ്രാവശ്യം പോയിട്ട് തെന്നി വീണു. 3 പ്രാവശ്യം തെന്നി വീണു. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി ഇത് കടലാസിൻ്റെ ആണ്. അപ്പോൾ പറയും ഏത് കടലാസിൻ്റെ ആയാലും ഇത് മാറ്റണമെന്ന്. ഇന്നലെ ദീപചേട്ടൻ പോയിട്ട് ഒരു ബനിയൻ മേടിച്ച് 250 രൂപയ്ക്ക്. ഇതാ അബിബാസ്. 100 രൂപയുടെ ചെരുപ്പ് മേടിച്ചിട്ട് ഇവര് ഞങ്ങളോട് പറഞ്ഞ 500 രൂപയുടെ. കാഴ്ച മൈക്കിളിന്റെ പ്രണയം പൊട്ടിയിട്ട് ചിന്തിച്ചിരിക്കുക കേട്ടോ. എന്നാന്നറിയില്ല, ഇതിനെ ആരാടാ ചതിച്ച തേച്ചത്? ഇങ്ങനെ കേട്ടോ ചിന്തിച്ചിരിക്കുക പുറത്തോട്ട് നോക്കിയിട്ട്. ഫൈനലി നമ്മളങ്ങനെ നിർത്തിയ സ്ഥലത്ത് നിന്നും വാഹനം എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെയർ പിൻ കഴിഞ്ഞാണ് ഞങ്ങൾ വന്നത്. ഇനി അങ്ങോട്ടും അതേപോലെ തന്നെയായിരിക്കും. ഞങ്ങൾ 3-ാമത്തെയോ 4-ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഡാർജിലിങ്ങിലേക്ക് സഞ്ചരിക്കുന്നത്. ഈ പോകുന്നതൊക്കെ ടാക്സികളാട്ടോ, അതായത് ചെറിയ ചെറിയ ബലോറോ ടാക്സികളാണ്. ഒരു വണ്ടിക്ക് കഷ്ടി യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വഴികളാട്ടോ. നമ്മൾ എത്ര പ്രാവശ്യം ഡാർജിലിംഗ് കയറി ഈ വഴിയെ പോയിട്ടില്ലല്ലോ. ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ കയറിയിട്ടുണ്ട് ഒരു വട്ടം. എവിടെയാണെന്ന് ഈ സ്ഥലത്ത് കയറിയിട്ടില്ല. അല്ല, നമ്മളിവിടെ മിറുക്കി വന്നിട്ട് ഇതിലേ ഇറങ്ങി അപ്പുറത്തോടെ പോയത്. അപ്പുറത്തെ റൂട്ടിൽ തന്നെ വൈകുന്നേരം. ശരിയാ, ഇത് ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ റൂട്ടിൽ ആദ്യമായിട്ട് ഇതിലെ കൂടെ ഇതേ റൂട്ടിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. ഇതിന്റെ ബദലായിട്ട് എവിടെയാണെന്ന് അറിയാവോ? നേപ്പാളില് ചൈന റൂട്ടിൽ നമ്മൾ പോയിട്ടില്ലേ? ഇതേപോലെ ഇരിക്കുന്ന സ്ഥലം. വ്യത്യാസം ഒന്നുമില്ല. അത്യാവശ്യം വളവുള്ള വഴികളാട്ടോ. അത് മാത്രമല്ല ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പുറത്തെ സൈഡ് നമ്മൾ കൂട്ടി ഇതേപോലെ എത്തി വലിഞ്ഞ് നോക്കിയാൽ മാത്രമേ കാണാനും പറ്റുള്ളൂ. ഇത്ര നേരം വരെ എന്ത് നല്ല കാലാവസ്ഥയായിരുന്നു. എത്ര സമയത്തിനുള്ള കാലാവസ്ഥ പറയുന്നത് നോക്കി. അപ്പാ ഇവിടുത്തെ കടകൾ ശ്രദ്ധിച്ചോ? ചെറിയ ചെറിയ കടകൾ, എല്ലാ കടകളും അതേപോലെ ആയിരിക്കും കേട്ടോ. ഒരു നേപ്പാളി ഒരു സിക്കിം ടച്ചുള്ള കടകളാണ് മൊത്തം. വീടുകൾ എന്ത് ചെറുതാന്ന് നോക്കിക്കടൽ പിന്നെ. പക്ഷെ ഈ വീട് ചെറുതാണേലേ ഇതിന്റെ ഉള്ളിലത്തെ സെറ്റപ്പ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. സത്യം. അതായത് ഭയങ്കര വൃത്തി, നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പ് അല്ലടാ. അതെ എല്ലാവർക്കും ഒരു ചെറിയ വീടായിരിക്കും. അതിന്റെ ഉള്ളിൽ തന്നെ ഇവർ എല്ലാ സെറ്റപ്പും ഉണ്ടാവും. ഇതിന്റെ അകത്ത് ഇവിടെ എന്ന് വെച്ചാൽ മഞ്ഞില്ല. മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് കിട്ടും. ഇത് വെസ്റ്റ് ബംഗാളിന്റെ ഒരു ഭാഗമാണ് ശരിക്കും. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളാന്ന് പറയ പോലും ഇല്ല. ഇതൊരു കടയും ഒരു വീടും കൂടിയാണ് ഈ കാണുന്നത്. ഇവരുടെ കടയിൽ ഇല്ലാത്ത സാധനം ഉണ്ടാവില്ല. ആ ചെറിയ ഷോപ്പിന്റെ അകത്ത് ഒരു വീട്ടിലോട്ട് വെക്കാനുള്ള എല്ലാ സാധനവും ഉണ്ടാവും. ഇത്രയും നേരം വരെ യാത്ര ചെയ്ത് മിറുക്കിനോട് ചേർന്ന് അടുക്കാറായി.
11 മിനിറ്റിനുള്ളിൽ നമ്മൾ മിറുക്കെത്തും. ഞാൻ പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട്. 11 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ മിറുക്കെത്തും. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ടൗണാട്ടെ കാണുന്നത്. എന്ത് വൃത്തിയാന്ന് നോക്കിയേ. ഒരു പ്ലാസ്റ്റിക്കോ ഒരു മാലിന്യം ഒരു കച്ചറ എന്തേലും ഉണ്ടോ എന്ന് നോക്കിയേ. ഒന്നുമില്ല. ഇവർ പ്രത്യേകത ഇവരുള്ള സ്ഥലം എന്ന് വെച്ചാൽ ക്ലീൻ ആയിരിക്കും. ഗൈസ് ഇവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടോ, വെൽക്കം ടു മിറിക് ആൻഡ് സിംഗ്ബുള്ളി. അപ്പൊ ഇത് സിംഗ്ബുള്ളി എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞ സ്ഥലം മേളും നമ്മൾ നേരത്തെ കണ്ട സ്ഥലം നീ പറഞ്ഞ കറക്റ്റാണ്. ഇവിടെ കണ്ടമാനം ക്രിസ്റ്റി ഉണ്ടല്ലോടാ. താഴേന്ന് ഗസ്റ്റ് BVP ഗസ്റ്റ് വരൂലേ, അത് ക്രിസ്ത്യനാണ് കയറി വരുന്നത്. അപ്പനും അമ്മയും അഭിരാമിയും മൈക്കിളും ബേക്കിലുണ്ട്. മൈക്കിളിന് എല്ലാം കൂളിംഗ് ഗ്ലാസ് വേണമെന്ന് എന്റെ പൊട്ടിച്ച് കളയണം. അപ്പന്റെ ഒന്നാമത്തെ മറ്റേ പേരിന് അപ്പന്റെ കമ്പനിയുടെ പേരിന് അപ്പന്റെ റെയ്ബാന്റെ ഒന്നാമത്തെ കണ്ണാടി പൊട്ടിച്ചു. ഇന്നലെ എന്റെ കണ്ണാടി പൊട്ടിക്കാൻ നോക്കി, പക്ഷെ ഞാൻ കൊടുത്തില്ല. മിറിക്ക് സിലിഗുരി നോക്കിയേ, എന്തോരം ചെറിയ ചെറിയ ടാക്സി വണ്ടികളാണ് നോക്കിയേ. മിറിക്ക് സിലിഗുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗതം നമ്മുടെ അവിടെ ബസ് പോകൂലേ, കൂട്ടുപുഴ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ബസ്സില്ല. അതിന് പകരം ഇങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടിയിനകത്താണ് സഞ്ചരിക്കുന്നത്. കാശ് തന്നെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വഴിക്ക് നിർത്താത്തതെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ റോഡാണ്. അപ്പം നമ്മുടെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്ക് വരാനും പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇവരുടെ ഭാഷയിൽ അതിൽ കിട്ടില്ല തെറി കിട്ടും. മഞ്ജു പാർക്ക് എന്നല്ലേ അത്? മഞ്ജു പാർക്ക്, മഞ്ജുവിന്റെ പാർക്ക് അവിടെ. അപ്പം ഇതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. വീടുകളും അതിന്റെ സൗന്ദര്യം നോക്കി. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പെട്ടെന്ന് വെയിലുണ്ടാവും, പെട്ടെന്ന് മഞ്ഞുണ്ടാവും. അല്ലേ? അതെ അതെ അതെ. ഗൈസ് നമ്മളെ ഫസ്റ്റിലും സെക്കൻഡിലൊക്കെയാണ് കയറുന്നത്. പരമാവധി നമ്മൾ ലഡാക്ക് അതുപോലെ തന്നെ അരുണാചലൊക്കെ പോകുമ്പം ഈ വാഹനം കയറുമെന്നുള്ള ടെസ്റ്റും കൂടെയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് എറിപ്പിച്ചെറിപ്പിച്ച് പരമാവധി വണ്ടി എടുക്കുന്നത്. അല്ല, ഞാൻ ഇച്ചിരി സ്മൂത്തായിട്ട് AC ഒക്കെ ഓഫാക്കി പരമാവധി ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ സാഹചര്യം എന്നൊക്കെ മനസ്സിലാക്കിയൊക്കെയാണ് ഓടിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലേക്ക് എത്താൻ നേരത്ത് ഓരോ വ്യത്യസ്തതയാട്ടോ. ഇപ്പം നമ്മളൊരു കാടിനകത്തൂടെ പോകുന്നില്ല. ഇതെല്ലാം തേയിലയാണ്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം ഫുൾ തേയില. അതായത് റോഡിൻ്റെ ഇരുവശങ്ങളിൽ മൊത്തം ഡാർജിലിംഗ് ടീ എന്നാണ് ഇതിന് പറയുക. ഡാർജിലിംഗ് ഭയങ്കര ഡിമാൻഡുള്ള ടീ ആണ്. ഇവിടെ 2 യുവാക്കൾ നമ്മുടെ വണ്ടിയുടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുള്ള് കുറ്റിയായിട്ട് നിൽക്കുന്ന ഇതാട്ടോ. എനിക്ക് ഇത് ഉപയോഗിക്കാത്തതാന്ന് തോന്നുന്നുണ്ട് തേയില. ഇത് ഈ കൊല്ലം ഉപയോഗിച്ചിട്ടില്ല. പുതിയ തേയില നമുക്ക് കണ്ടറിയാം. കാര്യം ഏളം കുളമ്പ് കാണും അതിൻ്റെ അകത്ത്. ഏളം കുളമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി. ഏളം കൊളന്ത്. കൊളന്താണോ? ഏളം കിളുന്ത്. പല അടുത്ത് പല ലാംഗ്വേജ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്യാനാ? അതെ, ഇവിടുത്തെ സ്കൂളുകളൊക്കെ ഭയങ്കര വ്യത്യസ്തത കേട്ടോ. പിന്നെ താഴോട്ടുള്ള സ്കൂൾ ഇവിടുത്തെ സ്കൂളും തമ്മിൽ വ്യത്യാസം നോക്കിയാൽ എന്നെ വൃത്തിയാന്ന് നോക്കിയ സ്കൂളിലൊക്കെ ഇവിടെ മൊത്തത്തില് എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ ഇവിടെ എങ്ങാനും ഒരു പ്ലാസ്റ്റിക് കളഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000 രൂപ ഫൈൻ. ഒരു കുപ്പി കളഞ്ഞാൽ മതി, അതിലെടുത്ത് ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതി. ഫൈനിന് അങ്ങനെ വണ്ടി ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. എന്നാ വളവാന്നറിയാവോ? വളവ് നല്ല സൂക്ഷിച്ചെടുത്തില്ലേ 8ന്റെ പണി കിട്ടും കേട്ടോ. പക്ഷേ പിന്നെ അവിടുന്ന് വണ്ടി നോക്കി തേയിലയുടെ ഇടയിൽ കൂടി എടുക്കുന്ന നോക്കി. കാശ് ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിലും ബേക്കി വരുന്ന വണ്ടി നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാണും കേട്ടോ കയറാൻ വേണ്ടി. അല്ലെങ്കിൽ ബേക്കിൽ നിന്ന് വരുന്ന വണ്ടി ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടി ചവിട്ടൂല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടണം, അല്ലാതെ യാതൊരു വഴിയില്ല. ഇതുണ്ടോ ഒരു ബൈക്ക് വരുന്ന വരവ് നോക്കി, അവരെങ്ങോട്ടും നോക്കൂല, അവരങ്ങനെ പോവുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി ഏകദേശം നോക്കി വേണം പോകാൻ വേണ്ടി. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷെഡിലടിക്കുന്ന ബസ്സുണ്ട്, അവർ നേരെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നേ ഉള്ളൂ, വേറെ സൈഡും കാര്യങ്ങളൊന്നും തരൂല. അതായത് ഞങ്ങൾ ഫ്രണ്ടിൽ യുവാക്കളെല്ലാം എത്തി കേട്ടോ. യുവാക്കളെല്ലാം ഫ്രണ്ടിലെത്തി. ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം ഫ്രണ്ടിൽ നിന്ന് ആസ്വദിക്കാൻ തീരുമാനിച്ചു. ഇത്ര എന്താണെന്ന് വെച്ചാൽ പുരുഷ ആധിപത്യത്തിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നെല്ലാം കാണണം അല്ലേ? ഇന്നത്തെ തെറിയെല്ലാം ഞാൻ മേടിച്ച് കെട്ടുന്നുണ്ട് അല്ലേ? എന്നാ അമ്മ ഊട്ടി വേറെ ഇത് വേറെ അമ്മ. ഇത് ഹിൽ പ്രദേശമല്ലേ? ഊട്ടി ഇത്ര വലിയ ഹിൽ പ്രദേശം അല്ല ഇത്. ഏതാ അമ്മ? അതല്ലേ. ഫൈനലി നമ്മളങ്ങനെ ഈ തേയിലകളുടെ ഇടയിൽ കൂടെ നേരെ മേലേക്ക് സഞ്ചരിക്കുകയാണ്. ഇവിടെ 7 പേർക്ക് സഞ്ചരിക്കാൻ പറ്റിയ കാറുണ്ട്. എല്ലാവരും പോലീസുകാരാട്ടോ. എന്തോ പോലീസ് വണ്ടിയാ ഗൈസ്. അതായത് ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് ചെറിയ നേപ്പാളിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാട്ടോ. ഇവർക്ക് നേപ്പാള് അതുപോലെ തന്നെ ആ ഒരു ഇതിനോട് ആ കൾച്ചർ ചെറിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർ കേട്ടോ. ഇവിടുത്തെ ഇവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ടൂറിസം, പിന്നെ ഈ തേയില പാടത്തിലുള്ള ജോലിയും സംവിധാനങ്ങളൊക്കെയാണ് ഇവരുടെ മെയിൻ സെറ്റപ്പ്. ഗൈസ് ഇത്രയും നേരം വരെ
നല്ല തെളിച്ചമുള്ള കാലാവസ്ഥയായിരുന്നു. നല്ല വെളിച്ചവും നല്ല ചൂടും ഉള്ള കാലാവസ്ഥ. ഇപ്പൊ വന്നു നോക്കിയേ, പെട്ടെന്ന് തണുപ്പായി, പെട്ടെന്ന് കോടയായി, കാലാവസ്ഥ എന്ന് പറഞ്ഞങ്ങ് മാറിപ്പോയല്ലോ. രാത്രി ഒരു ഫീലിംഗ് ഒരു 6 മണിയൊക്കെ ആയ. ഗൈസ് ഫൈനലി നമ്മൾ മിർക്ക് എത്തി കേട്ടോ. ഐ ലവ് മിർക്ക്. അമ്പോ, അപ്പൊ ഇവിടെയാണ് മിർക്ക്. ഇങ്ങനെയല്ലല്ലോ മിർക്ക്, ഞാൻ കണ്ട മിർക്ക് ഇങ്ങനെയല്ലല്ലോ. തടാകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ടൗൺ അല്ല, അത് വ്യൂ പോയിന്റ് ആണ് മിർക്ക്. ആ ശരിയാ, ഇത് മിർക്ക് ടൗൺ ആട്ടോ ഈ കാണുന്നത്. ശരിയാ. ഫൈനലി നമ്മളങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ മിറക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ്. നല്ല രസമാണ്. എത്ര പെട്ടെന്ന് ആ മഞ്ഞ് വന്ന് കിടക്കുന്നത് കാണാൻ നല്ല. നമ്മളെ എന്നാ വെച്ചാല് ഡിസംബർ മാസത്തിലെ കാര്യം ഓർമ്മ വരും. ക്രിസ്മസിന്റെ ആ കാര്യം അതേപോലെ തന്നെ നോക്കിയാ ട്രീ എല്ലാം ഇങ്ങനെ നിന്നിട്ട് എന്ത് മനോഹരമാന്ന് നോക്കിയാൽ എന്ത് രസമാണ് കാണാൻ. ജീവിതത്തിൽ നമുക്ക് കാണേണ്ട ഇതൊക്കെയാണ്. അത് അങ്ങോട്ട് നോക്ക്, കാണണേ അത് കണ്ടോ. പിന്നെ പുക ഇങ്ങനെ വരുന്നു, മഞ്ഞ് ഇതാ പൊക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ടാണേലും കാണാൻ എന്ത് രസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ കാണില്ലേ. നമ്മുടെ ജീവിതമൊക്കെ ഒരു ഇതായിപ്പോയി. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊക്കെ ഒരു കുളിർമയാണ്. എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. എത്ര പെട്ടെന്ന് മഞ്ഞ് വരുന്നത്. നല്ല തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ, അതിൻ്റെ ഇടയ്ക്കൂടെ നല്ല മരമുണ്ട്. ആ മരത്തിൻ്റെ പേരിന പൈൻ മരം അല്ലേ, പൈൻ മരം. പിന്നെ നല്ല കുന്നുകളും. ഈ കുന്ന് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ഞങ്ങൾ നിൽക്കുന്ന സൈഡിൽ കൂടെ ഇങ്ങനെ മഞ്ഞ് നീങ്ങി ബേക്കിലൊക്കെ നോക്കിയാൽ മഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, മേഘം പോലെ ഇങ്ങനെ താഴെ നല്ല മങ്ങി തുടങ്ങി. കോട ഒരു സൈഡിൽ കൂടെ കോട ഇങ്ങനെ വരാൻ തുടങ്ങി. ഊട്ടിയേക്കാളും ഭംഗിയുണ്ടല്ലേടാ. ഊട്ടി ഒന്നും അല്ല. ഉണ്ടല്ലോ, ഞങ്ങള് വീഡിയോ എടുക്കാൻ അമ്മ പറയാം അങ്ങോട്ട് നോക്കാൻ, അപ്പം അങ്ങോട്ട് നോക്കാം. അല്ലല്ല അങ്ങോട്ട് നോക്കിയേ. എന്റെ മക്കളെ ഇങ്ങോട്ട് നോക്കാം, ഇതാണ് ഏറ്റവും വലിയത്. അങ്ങനെ നമ്മൾ മിർക്കിന് പോകുന്ന വഴിയുടെ പകുതിയാണ്. ഇത്രയും നേരം വരെ അപ്പനും അമ്മയും ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. നമുക്കിനി ഏതാണ്ട് കുറച്ച് സമയം കൂടെ ഉള്ളൂ, അതായത് കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ മിർക്ക് ലേക്കിലേക്ക്. ആ സമയത്തിനുള്ളിൽ ഗൈസ് വന്ന് കയറിയ കോട കണ്ടു കഴിഞ്ഞാണല്ലോ ഞങ്ങളുടെ കിളി പൊറിപ്പോയി. ഞങ്ങൾ ഡ്രോൺ എടുത്ത് ഡ്രോൺ പറത്താൻ വേണ്ടി ശ്രമിച്ചത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. മേലോട്ട് പൊക്കി അന്നപ്പത്തേനും നമ്മൾ തീ കത്തിച്ച് പുക വരുന്ന പോലെ മഞ്ഞിങ്ങോട്ട് വന്നത്. യെസ് ഗൈസ്, നമ്മുടെ ചെറുക്കനെ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തെ വശം ഇപ്പുറത്തെ വശം നമ്മൾ നിൽക്കുന്ന വശം ഒക്കെ കോടയായി. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രകൃതിയുടെ ഒരു വികൃതി, അതായത് പ്രകൃതി അങ്ങോട്ട് കനിഞ്ഞു തന്ന ഒരു അനുഗ്രഹം പോലെ വേറൊരു ഫ്രെയിം നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഗൈസ് നോക്കൂ, ഈ തൊട്ടു താഴെയൊക്കെ അതിമനോഹരമായ ഗ്രാമങ്ങളാണ്. പക്ഷേ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം പ്രകൃതി അവളുടെ സാരി തുമ്പ് കൊണ്ട് ആ കാണുന്ന ഗ്രാമങ്ങൾ മൊത്തം മറച്ചു വെച്ചിരിക്കുകയാണ്. ആ സാരിത്തുമ്പ് മാറ്റാനായി ഞങ്ങൾ അവളുടെ സാരിത്തുമ്പ് നമ്മൾ മാറ്റാൻ വേണ്ടി അവളുടെ സാരിത്തുമ്പ് നമ്മൾ മാറ്റാൻ പറ്റൂല, മാറ്റി തരണം. അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആ കാഴ്ച കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് മിർക്ക് ലേക്കിലേക്ക് സഞ്ചരിക്കാം. പക്ഷേ ഈ മഴ അതിന് സമ്മതിക്കുമെന്ന് പക്ഷേ ഈ മഴ പെയ്യൂല. ഈ പ്രകൃതിക്ക് കുളിക്കാനായി ഷവർ ഏതാനും നിമിഷങ്ങൾക്കകം ഓണാകാൻ പോവുകയാണ്. പ്രകൃതിയുടെ ഷവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഓണായി കഴിഞ്ഞിരിക്കുന്നു. ഗൈസ്, മഴ പെയ്തു. നമ്മൾ വെറുതെ അധ്വാനിച്ച് പുറത്തിറങ്ങിയതായി. വണ്ടിയിൽ കയറാം. നല്ല കീട്ടിലും മഴ കേട്ടോ. ആ മഞ്ഞ് പെയ്ത് എന്താണെന്നറിയാം സംഭവം. മഴ പെയ്യാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഓർത്ത ആ മഞ്ഞ് ഈ മഴേനെ കൊണ്ടുപോകുന്ന ഞാൻ ഓർത്ത, പക്ഷെ മാറ്റിയില്ല. ഗൈസ് നോക്കിയത് നല്ല പെയ്ത്താട്ടോ. ഇതിന് മാറിയിട്ട് വേണം നമുക്ക് ആ കിടിലൻ ഷോട്ട് ഒന്ന് ഒപ്പിയെടുക്കാം. ഷോട്ടും അതുപോലെ നമ്മുടെ വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ മഴ കുറഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ല. നമുക്ക് വിഷം കുറയും. വിഷം നല്ല പിന്നെ പറയുക അല്ലേ, ഫ്രണ്ടിലോട്ട് കാഴ്ച കുറയും. ഈ ചെറിയ വണ്ടികൾ ഭയങ്കരമായിട്ട് മുന്നോട്ട് കയറി വരുമെന്നേ. പിന്നെ നമ്മളൊന്ന് അങ്ങോട്ട് കയറ്റിയെടുത്ത് അവർ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും എങ്ങോട്ടാ പോകുന്നതെന്ന്. അതായത് ഞങ്ങൾ കുറച്ച് ഡ്രോണും സംഭവമൊക്കെ പറത്താൻ വേണ്ടി പോയതാണ്. കോട ഡ്രോണിന്റെ വഴിക്ക് പോകാൻ ഭാഗ്യത്തിന് കുഴപ്പമില്ലാതെ കിട്ടി. അതായത് ക്ലൈമറ്റ് ശരിയല്ലേ ഇവനെ, ക്ലൈമറ്റ് ശരിയായാലും നമുക്ക് ഡ്രോണും കാര്യങ്ങളൊക്കെ. ക്ലൈമറ്റ് ശരിയല്ലെന്നേ ഗൈസ്. അവിടെ നമ്മുടെ ചെറുക്കൻ കിടപ്പുണ്ട്. അപ്പം നേരെ ചെറുക്കൻ്റെ അടുത്തോട്ട് പോവാം. അല്ലെങ്കിൽ എന്നെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടുപെടും. നീ എന്നാ ചാടി ഞാനും ചാടും. ഓടും കുതിര ചാടും കുതിര വെള്ളത്തിലേക്ക് നിർത്തി കഴിഞ്ഞാണല്ലോ ഭയങ്കര ആരോഗ്യം. അത് തന്നെ ഓടുന്നേ നടക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല. ഇച്ഛ എണ്ണ വരയ്ക്കായിരുന്നു ഞാൻ തലകുത്തിയൊക്കെ മറിയായിരുന്നു കേട്ടോ. പിന്നെ ചാടുമായിരുന്നു. നിനക്ക് 1ാം സമ്മാനം കിട്ടും. ഈ മതിൽ ഒറ്റ ചാടത്തി ചാടാൻ പറ്റുമോ? എങ്ങോട്ടാ? അപ്പുറത്തോട്ട്.
അങ്ങോട്ട് ആ. പിന്നെ സമ്മാനം മേടിക്കാൻ ഞാനില്ലല്ലോ. സമ്മാനം പ്രഖ്യാപിച്ച ആ ഒരു രക്ഷപ്പെട്ടു. ഞാൻ സമ്മാനം എടുത്ത് ഓടിക്കോളും. ഈ പുള്ളി എന്നാ ഷാറുഖ് ഖാൻ കളിക്കണം അവിടെ ഇരുന്ന്. രാവിലെ തൊട്ട് എന്താ കഴിച്ചേണ്ടതാ, ഇന്ന് പുട്ടുകാണ്ട കഴിച്ചെന്ന് തോന്നുന്നു. തള്ളി നടക്കല് അല്ലേ? ഗായ്സ് ഫൈനലി നമ്മളങ്ങനെ ഈ കാണുന്ന സ്ഥലത്തു നിന്ന് എടുക്കുവാണ്. വണ്ടിക്ക് എന്തോ പവർ കുറവുള്ള പോലെ കേട്ടോ. ഒന്ന് നോക്കണം മൊത്തത്തിൽ ഒന്നും കൂടെ. നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലമേ മിറുക്ക്. വൈകുന്നേരം അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇനി അങ്ങോട്ട് നല്ല തണുപ്പായിരിക്കും, നല്ല കാഴ്ചകളായിരിക്കും, നല്ല സെറ്റപ്പ് ആയിരിക്കും ഗായ്സ്. ഇനി അങ്ങോട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. എൻ്റെ പൊന്നു ഗായ്സ്, ഈ കാണുന്ന സ്ഥലം എന്ത് എവിടെ വീട് നിൽക്കുന്ന കുന്നിന്റെ പുറത്ത് അതായത് ഒരു ഒന്നൊന്നര ലുക്കുള്ള നല്ല ഗ്രീനറി നിറഞ്ഞ, നല്ല കോട നിറഞ്ഞ, നല്ല പച്ചപ്പ് നിറഞ്ഞ വെസ്റ്റ് ബംഗാളിന്റെ മറ്റൊരു മുഖമായ എന്ത് രസമല്ലേ തണ്ണിമത്തം മുറിച്ചിട്ട് അതിന്റെ നടുക്കുള്ള ചോപ്പില്ലേ, അതേപോലെ ഇല്ലേ വീടുകള്. ഈ വീടുകളിലെ ഈ ചോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചോപ്പാട്ടോ. ചോപ്പും പച്ചയും മാത്രമേ ഉള്ളൂ വീടുകളിലെ മേൽക്കൂരി ഗൈസ്. അതായത് ഈ മിറുക്ക് എന്ന് പറയുന്ന സ്ഥലം ഡാർജിലിംഗിന്റെ താഴ്വശത്താണ്. അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ വന്നടിയുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആൾക്കാർ നമ്മൾ അവിടെ നിന്ന് കാണാൻ വേണ്ടി പോയില്ലേ, അതേപോലെ തന്നെ ഇവിടെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇവിടെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് സീസൺ അല്ല, സീസൺ അൺസീസൺ. ഞാൻ ഇപ്പം താഴെ ചോദിച്ചു, ഇവിടെ അൺസീസൺ സീസൺ ഒന്നും അങ്ങനെയൊന്നും ഇല്ല ഇവനെ. ഓ ഗൈസ്, ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇത് വലിയ വണ്ടി ആയതുകൊണ്ട് ചെറിയ വണ്ടിയെല്ലാം ബേക്കിൽ നിന്ന് കീ 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 എന്ന് ഓണടിക്കും. അപ്പോൾ നമ്മൾ കുറേ സ്ഥലത്തെത്തുമ്പോൾ നമ്മളിങ്ങനെ കയറ്റി വിടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടൗൺ ആണ്. ഇന്ന് മുന്നിലോട്ട് നമുക്ക് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ആവും. ഇത്രയും നേരം വരെ ഓടിയിട്ട് നമ്മൾ അങ്ങനെ അവസാനം ഒരു കൊച്ചു ടൗണിലെത്തി. എനിക്ക് തോന്നുന്നു ഇവിടെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടൗണിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? സൗറീനി ബസാർ. ഇവിടെ വരെ ആമസോണിന്റെ കൊറിയർ ഉണ്ട് ഇതിനെ. ഗൈസ്, അതെ സൗനേറി ബസാർ, സൗറേറി ബസാർ അങ്ങനെ പറയുന്ന ഒരു ടൗണിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കൊച്ചു ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഇനി അതുകൂടാതെ കൊച്ചു ടാക്സി സ്റ്റാൻഡുകൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഗതാഗതം പോകുന്നു ഇവിടുന്ന് കേട്ടോ. ബോർഡ് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം ഇവിടെ തന്നെയാ. എവിടെയാ? ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ, അവസാനം ഹോൾട്ട് ചെയ്യുന്ന ഇവിടെ. അപ്പൊ സ്റ്റാർട്ടിങ് എൻഡിങ് ഇവിടെ തന്നെ. എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടാ വണ്ടി ഓടിക്കാം കേട്ടോ. ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അതായത് വാഹനം കിട്ടുമോ എന്ന് ചോദിച്ചാൽ തന്നെ സംശയം. ദൈവമേ, ഒറ്റ വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. അതായത് ഇവര് വഴി കൊണ്ട് പാർക്ക് ചെയ്യുവനെ. സാധാരണ ഇവിടെ പാർക്ക് ചെയ്യാറില്ല. ഈ താഴേന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കയറി വരൂലേ. ഇവിടുത്തെ കടകളൊക്കെ ഉണ്ടോ ഭയങ്കര കളർഫുള്ളാ. ഒരു 1 ഗ്രാമം കണ്ട് താഴ്വരകളൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗിയാ അല്ലടാ. നമ്മൾ ഈ താഴ്വര ഉറക്കും റോഡും കാര്യങ്ങളൊന്നും ഇല്ലെന്നാ. പക്ഷെ എല്ലാ വീടിന്റെ മുറ്റത്തോടും റോഡുണ്ട്. പിന്നെ നമ്മളിപ്പോ കയറി വരുന്നില്ലേ, ഇതേപോലത്തെ തന്നെ റോഡുണ്ട് താഴെ. അതായത് അഭിരാമി ആദ്യമായിട്ടാണല്ലോ ഈ സ്ഥലമൊക്കെ കാണുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ എന്നോട് പാപ്പ പറഞ്ഞ നിർത്തി പറയാനാണ്. ഇവിടുത്തെ വീടുകൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ അത്യാവശ്യം വലുതായവനെ താഴെ പോലെയല്ല. ഇവരുടെ പ്രശ്നം ഇവർ ഈ മലയുടെ ചെരുവില് റോഡിന്റെ സൈഡിലൊക്കെ വെക്കുക. തണുപ്പാണ് തൂണെ കൂട്ടി ഈ ചെറിയൊരു പിന്നെ എന്നാ പറയാ ലാൻഡ്സ്കേപ്പൊക്കെ ഒന്ന് ശരിക്കും ബാധിക്കും. ഉത്തരാഖണ്ഡൊക്കെ ഏകദേശം ഇതേപോലത്തെ വീടുകൾ. ഉത്തരാഖണ്ഡ്, ഡാർജിലിംഗ്, സിക്കിം, പിന്നെ അതേപോലെ തന്നെ അരുണാചൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഭംഗിയാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ മോളിക്ക് ചെല്ലുമ്പോ എന്തായിരിക്കും കാണാനായിട്ട്. എത്ര ഭംഗി, ഒരു ചെറിയ പൂ പോലും കാണാൻ ഭയങ്കര ഭംഗി. ഹോം സ്റ്റേകളാട്ടോ കൂടുതലും ഇവിടെ. ഈ രീതിയിലുള്ള സെറ്റപ്പ് ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഇവിടെ കണ്ടമാനം ഹോം സ്റ്റേകളാണ്. ഹോട്ടൽസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഫുഡ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. അതെ എന്നും കിട്ടും ഇവിടെ. എന്ത് രസമാണെന്ന് നോക്കിയേ. പക്ഷെ വളയ്ക്കാൻ മറന്നു പോയാൽ ആ വീട്ടിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യും. അത് സത്യം കേട്ടോ. അല്ലേ? എന്നാ ചെറിയ വീടാന്ന് നോക്കിയാ. എന്നെ ഫ്രെയിം എന്നാ അത്? എന്ത് മെറ്റീരിയൽ ഉണ്ടാക്കിയതാ? എനിക്കൊന്നാ ടിന്നവനെ. അല്ല ഞാൻ സമ്മതിക്കൂല. പണ്ട് ഇതേപോലത്തെ ഓമിനി വന്നിട്ട് ഇവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. ഞങ്ങളുടെ ഓമിനി ആയതുകൊണ്ട് ഇവരിങ്ങോട്ട് കയറ്റിയിടാൻ പറഞ്ഞായിരുന്നു. അന്നിവിടെ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടത്തില്ല. ഇപ്പൊ സീസൺ അല്ലല്ലോ ഇവനെ. സീസണിലാണ് തിരക്ക്. സത്യം. ഇവിടുത്തെ സീസൺ എന്ന് വെച്ചാൽ തണുപ്പ് സമയം. മിർക്ക് എത്തിയിരിക്കുകയാണ്, മിർക്ക് ലേക്ക്. പക്ഷേ മിർക്ക് ലേക്കിലേക്ക് വാഹനം വെക്കണല്ലേ, എവിടെ വെക്കും? ഇതാ പാർക്കിങ്. എന്ത് അല്ല, ഇത് ഹോട്ടൽ പാർക്കിംഗ് ആണ്. ഇവിടെ നമുക്ക് വെക്കാൻ പറ്റൂല. ഓ ഗായ്സ്, ഫ്രണ്ടിലോട്ട് നമ്മൾ വന്ന കേട്ടോ, കുടുങ്ങിപ്പോയി കേട്ടോ. ഇച്ചിരി വഴി ഞങ്ങളൊന്ന് മാറിപ്പോയി. ഗൂഗിൾ മാപ്പ് ചതിച്ചു. കയറി ഇപ്പോൾ പോലീസുകാർ മൈക്രോഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു വണ്ടി കയറുന്നുണ്ട്. പോട്ടെ മേളിൽ തട്ടാൻ സാധ്യതയുണ്ടോ?
ലൈൻ നോക്കണേ. ഇല്ല പോട്ടെ. ഏത് ഊട് വഴിയിലാ നമ്മൾ കയറി വന്നേ? നമുക്കൊരു കേസ് ചെയ്താലോ? ഇവിടെ തിരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഗൈസ് ലാസ്റ്റ് മേളത്തെ കമ്പികളാണ് പ്രശ്നം, വയറുകളും എടുക്കുന്നൊരു പിടുത്തമില്ല കേട്ടോ. യൂട്ടടിക്കാൻ പറ്റുമോ? ആണല്ലേ, താഴോട്ട് പോകല്ലേ? അപ്പോൾ ഞങ്ങൾ പരമാവധി പയ്യെ പോവാണ്, കിട്ടുന്ന സ്ഥലം പിടിച്ച്. എബിൻ പരമാവധി വണ്ടി സ്പീഡിൽ എടുത്തിട്ടുണ്ട്. ലയം കമ്പി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഭയങ്കര വിഷയമാണ്. വണ്ടിക്ക് ബേക്ക് പൊക്കം കൂടുതലാണ്. ഞങ്ങളങ്ങനെ മിറുക്കെത്തി. ഈ കാണുന്ന ഇവിടെ ഞങ്ങൾക്ക് 100 രൂപയ്ക്ക് ഒരു പാർക്കിംഗ് കിട്ടി. എടാ ക്യാമറ അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നു. എടാ അത് നേരത്തെ ഒന്ന് ഓട അടിച്ചത്. എടാ നിങ്ങൾ നേരെ മേലോട്ട് നോക്കിയേ, മേഘം പോകുന്നു നോക്കിയേ. ഇതങ്ങോട്ടോ കല്യാണം വല്ലതും വിളിച്ചിട്ടുണ്ടോ അവരെ? ഇല്ല, ഇത് തോന്നുന്നത് കേരളത്തിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നത്. യെസ് ഗൈസ്, നോക്കും നമ്മൾ ഫൈനലി മെറിക്കിലേക്ക്. ദിവ്ചാണ് ആദ്യമായിട്ടല്ലേ മെറിക്കി വരുന്നത്. ദിവ്ചാണ് കാഡ്ബറിയുടെ പെർക്ക് കഴിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് മെറിക്കിലേക്ക്. ആ പിന്നെ ലോക്കിയാൻ പറഞ്ഞാൽ ലോക്കി ഇരിക്കുമല്ലേ. ആൾക്കാർ മുമ്പ് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു. ലോക്കി എന്നല്ലൊരു ഡെമ്മി. വണ്ടി പൊട്ടിയിട്ടില്ല. ആ എവിടെ പൊട്ടാത്ത? എവിടെ? അത്രേ ഉള്ളൂ. തുറന്നു നോക്കും, നല്ല തണുപ്പ്. അപ്പോൾ ഇന്നിവിടെ കിടന്നുറങ്ങാൻ സൂപ്പറായി. അപ്പോൾ ഇന്ന് ഇവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് നാളെ ഡാർജിലിങ്ങിന് പോകാലോ എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. നോക്കിയേ, ഒരെണ്ണം പാർക്കിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അല്ല സ്നേഹം കൊണ്ട് സ്ഥലം കാണാൻ പോകുന്നത്. ആ കറങ്ങുന്ന സാധനം കിട്ടിയപ്പോൾ ആട്ടി തുടങ്ങിയതാ, ഇതുമായിട്ട് നിർത്തിയിട്ടില്ല. ആ കൊച്ചുങ്ങളുടെ പാർക്ക് കണ്ടുള്ള അലമ്പായിരുന്നു കേട്ടോ. സാധാരണ ഒന്ന് നടക്കാൻ പറഞ്ഞാൽ നടക്കുവോ? ഇല്ല, കൈയൊക്കെ വീശിയാടുന്നു. കാല് നോക്കിയേ, ഇവിടുന്ന് കറക്റ്റ് മേലോട്ട് നോക്കി കഴിഞ്ഞാണല്ലോ ഒരു മിർക്ക് മൊണാസ്ട്രി കാണാം, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. എനിക്കൊന്ന് മിർക്കിലെ പ്രധാനപ്പെട്ട ഒരു മൊണാസ്ട്രി ആണെന്ന് തോന്നിയത്. അത് വമ്പ മൊണാസ്ട്രി കേട്ടോ. നമുക്ക് ചോദിച്ചാലോ അത് എവിടെയാന്ന്? അയ്യോ അത് വേറെ അടി. ഇത് വേറെ അത് വേറെ. അത് കയറണം. എന്താ ചെയ്യണ്ടേ? അതിനെങ്ങനെ കയറുക? ആ അതെ കേട്ടോ, അതെ ഇവര് വന്ന വഴിയാ കറക്റ്റ്. കൊച്ചിനിങ്ങോട്ട് കയറാണ്ടാണ് സഹിക്കാൻ പറ്റുന്നില്ല. ഏതിലാ മോനെ കയറണ്ടേ? മോനെ നീ പോടാ. 7 എണ്ണം എടുത്തു. അതായത് ഇതിനകത്ത് കയറുന്ന ഒരാൾക്ക് 10 രൂപയാണ്. അപ്പോൾ 10 രൂപയുടെ പിന്നെ ഇതെടുക്കണം, ടോക്കൺ എടുക്കണം. സെക്കൻഡ് ഹാൻഡ് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചേ. അവിടെ വേറെ രീതി കേട്ടോ. അതായത് ഓരോ റൈഡിനും ഓരോ പൈസയാ. അതെന്ത് പരിപാടിയാ എടീ? പൈസ ഇല്ലാത്ത എന്തെങ്കിലും റൈഡ് ഉണ്ടോ? പൈസ ഇല്ലാത്ത ഊഞ്ഞാല്. പൈസ ഇല്ലാത്ത ഇതാ. അവനേതാ വേണ്ടേ? അവനേതാ വേണ്ട? മൊത്തം ചള്ളയാ. ആ വാ ഇത് കേട്ടാ പാടാ മിത്ത. അവൻ നിനക്ക് ഏതാ വേണ്ട? മോനെ ഏതാ വേണ്ട? അപ്പാപ്പി കയറ്റും. ഇല്ല പ്രശ്നം ഉണ്ടാവും കേട്ടോ. കാരണം വെച്ചാൽ 7 മിനിറ്റിന് 50 രൂപ. എന്താ ചെയ്യാടാ? ഇതേ പോയി അതേ പോന്നു, കയറി ഇതാ പോന്നു, ഇതേ പോയി. മാനേ ടിക്കറ്റ് എടുക്കണോടാ, ടിക്കറ്റ് എടുക്കണം. പിടിക്കുക. എവിടെയാ ടിക്കറ്റ് എടുക്കുന്നത്? 50 രൂപ ഈ ടിക്കറ്റിന്. ഇതേ ഒരെണ്ണം കയറാൻ വേണ്ടി ഇഷ്ടം തന്നെ വരയ്ക്കുക. 50 രൂപ. 50 രൂപ. ആ ഇതിനെത്രയാ? ഏവാലൊക്കെ കിത്തനായ? 50 രൂപ. ഏതെടുത്താലും 50 രൂപ. കയറ്റിക്കോ മോനെ, കയറാ. അത് ശരി. ഇപ്പൊ കാശ് കൊടുത്തു കഴിഞ്ഞപ്പോ കയറണ്ട. എന്നാ നീ കയറിയിട്ടേ പോവുള്ളൂ കേട്ടാ. അവന് കയറണ്ട കേട്ടാ. കേരള മൈക്കിളെ അവള് പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറ്റൂലെന്ന്. കേട്ടിട്ടോ. നമുക്ക് ധൈര്യം ഉണ്ടെന്ന് നോക്കാം. ഇതേ പോയി ജാവോ. 50 രൂപയും പോയി. ആ പോടാ, അവിടെ നിന്ന് തുള്ളാതെ പോടാ. ഇത് നമുക്ക് കയറാൻ പറ്റുമോ? दीदी ओ इसमें नहीं आएगा, इसमें करेगा. പിടി അടിപൊളി. അവിടെ ഒന്നും തുള്ളാനുള്ള കഴിവില്ല കേട്ടോ അവന്. അന്തർ ജാവോ വെള്ളം അവന് വേണ്ട. ആ ഇതേ കയറ്റി വിട്ട് നോക്കിയടി. മൈക്കിളിനെ നൈസായിട്ട് അതിൻ്റെ അകത്ത് കയറ്റി വിട്ടെ. അതെങ്ങനെയുണ്ട്? പോട്ടെ ദൈവമേ. കേരള ലേലോ. ആ എല്ലാരും കയറ്റി വിട്. ആ തുള്ളടാ. പേടിയാ. എന്റെ 50. എടാ 50 പോയടാ. ആ അതായത് കുറച്ചു നേരം നിൽക്കാൻ. നീ പേടിയുള്ള നീയാണോ ഇതിൻ്റെ അകത്ത് തന്നെ കയറ്റിച്ചേ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലേക്കിൻ്റെ, അതായത് മിർക്ക് ലേക്കിൻ്റെ ഒരു ചെറിയ
ആ ഭംഗിയും സംഭവങ്ങളൊക്കെ ഈ ഒരു വശത്ത് നിന്ന് കറക്റ്റായിട്ട് കാണാം അല്ലാതെ പിന്നെ അത് മിറുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞത്ത് അല്ല പിന്നെ ഞാൻ ഡൗട്ട് മിറുക്കിൽ മഞ്ഞത്ത് ഐസൊന്നും ആവില്ലല്ലോ. നമ്മളിവിടെ വന്നിട്ടുള്ളതല്ലേ തണുപ്പുള്ള എനിക്ക് സമയത്ത് തോന്നുന്നു ഇല്ലെന്നാ തോന്നുന്നത്. ഇവിടെ നല്ല തണുപ്പുണ്ടാവും, വലിയ അങ്ങനെ ഐസൊന്നും ആവുന്ന ക്ലൈമറ്റ്. ദീപിച്ചാണ് ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലം. തണുപ്പ് കാലാവസ്ഥയിലുണ്ടാകുന്ന സീസൺ മരമാണിതെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ പേരാണ് പൈൻ. പൈനാ ഇതാണ് പൈന്, ക്രിസ്മസ് ട്രീ, ഇതെല്ലാം പറയും. എല്ലാം അങ്ങനെ പല ഭാഷകളിൽ സംസാരിക്കും. ഓരോ ആൾക്കാർ ഓരോ രീതിയിൽ പറയും. നിങ്ങൾ നമ്മളെ കുഴപ്പിച്ച് കളഞ്ഞല്ലോ. തിരിച്ചു ചോദ്യം. ഞാൻ ഈ സാധനത്തിനകത്ത് അവനെ കയറ്റാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഏതില് 3-4 റൈഡേ ഉള്ളൂ. അവിടെ നിന്നുള്ള ആവേശം പിന്നെ അങ്ങോട്ട് കണ്ടില്ല. അതിൽ പറ്റിയതേ അതിനടാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ചാൽ എല്ലാതും ഒരേ പൈസയല്ലേ, ഇത് പലതും പല പൈസയാണ്. ഞാൻ അവന് 50 രൂപ കൊടുത്ത 7 മിനിറ്റ് അവൻ വെറുതെ പുറത്ത് നിന്ന് കളഞ്ഞു കേട്ടോ. എടി അഭിരാമി, ആ 7 മിനിറ്റ് വെറുതെ പുറത്ത് നിന്ന് കളഞ്ഞോ? ആ 7 മിനിറ്റ് വെറുതെ പുറത്ത് നിന്നോ? അന്നൊരു കേസ് ഞാൻ പറയാം. ആ ടിക്കറ്റ് എടുത്താ ഞാൻ പോയി കയറാം പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഏതാ വേണ്ടേ? പിന്നെ ഏതാ വേണ്ടേ? ഏത് വെള്ളം? ദൈവമേ, വെള്ളത്തിൽ ചാടാനാണോ ഈ കിടന്ന് കാണിക്കുന്നത്? അവിടെ കറണ്ടൊക്കെ ഉണ്ടേ. ഇങ്ങ് വാ, പിടിച്ചോടി, പിടിച്ചോ. ബേബി മുഖത്ത് പുഞ്ചിരി വന്നു നോക്കി. ഇപ്പൊ തന്നെ പൊട്ടിക്കടാ. ആ നീ പച്ച വേണോ? ഏതാണ്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടും തലയിലോ മതി. സ്വർണ്ണം മതി. ദീദി ഡിസ്കൗണ്ട് ഇപ്പൊ എടാ അപ്പം കാണിച്ചറിയത് എങ്ങനെയാന്നുള്ളത്. ഇതാ തേക്കോ എടാ പൊട്ട. ഇത് ഇങ്ങനെയാ. എന്റെ കൊച്ചിനെ പൊട്ടാന്ന് വിളിക്കല്ലേ. ദൈവം അങ്ങനെയും മുഖത്തൊരു പുഞ്ചിരി വരട്ടെ. പിന്നെ അതേപോലെ ഇതാ 30 രൂപയ്ക്ക് 2 തിരിഞ്ഞു. നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല, നമുക്ക് പ്രായമായില്ലേ. മിർക്ക് ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ഇവരെ കണ്ടത്. ദമ്പതിമാര് പോയില്ലേ? ദമ്പതിമാര് പോയി. ഇപ്പം നമ്മൾ പാലത്തിൽ കയറി. ബോട്ടിംഗ് ഉണ്ട്, നല്ല ലേക്കാണ്, നല്ല രസമാണ്, നല്ല പച്ചപ്പാണ്. ഇതിന്റെ സൈഡിൽ എങ്ങനെ ഇടാൻ പറ്റുമേ? നല്ല കാഴ്ചകളാണ്. ചേട്ടാ ഇഷ്ടപ്പെട്ടു? മനോഹരമായിരിക്കും. ആ വാക്കാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അത് നിങ്ങൾ എവിടുത്തെ കടമെടുത്ത ഡിക്ഷണറി എപ്പം ചോദിച്ചാലും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഇവിടുന്ന് കിടിലം വ്യൂ അല്ലേ? ഇവനെ വാ, ഇതേ ഒഴുകി നടക്കുന്നുണ്ട്. എൻ്റെ 30 രൂപ. ഇതാണ് മൈക്കിൾ. ഇതേ ഒഴുകി നടക്കുന്നു 30 രൂപ. ദേഷ്യം, കലി, പിടിവാശി. കൊച്ചായതുകൊണ്ട് കുഴപ്പമില്ല, ഫൈൻ അടിച്ചാൽ അവനോട് വാങ്ങിക്കോളാൻ പറയും. മനുഷ്യന്മാരെ ഇപ്പം തീരുമാനം. കുറ്റം പറഞ്ഞിട്ട് കൊച്ചിനെ വെള്ളത്തിലിറങ്ങുന്നുണ്ട് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ചെറിയ എല്ലാ കാര്യങ്ങളും സഹായിച്ചു കൊടുത്തിട്ട് ഇവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. മോനെ 30 രൂപയ്ക്ക് 30 രൂപ വേണം. ആർക്കാ നീന്തറിയോ? നീന്തല് നോക്കൂ, തൊട്ടു ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കാൻ നേരത്ത് മിർക്ക് ലേക്ക്, പിന്നെ മിർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. മെയിനായിട്ടുണ്ടല്ലോ ഇവിടെ വലിയ ആൾതാമസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റ് സ്പോട്ടാണ്. മോണാസ്ട്രിയില്ലേ? അതല്ലടാ, ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഹോട്ടലുകളാണ് തോന്നുന്നത്. ഹോട്ടലും അതുപോലെ ടൂറിസത്തിന് ഈ സൈഡാണ് അങ്ങനെ, അപ്പുറത്തെ സൈഡ് അങ്ങനെയല്ല. ഇത് നോക്കി, ആ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയോട് ചേർന്നൊരു സ്തൂപം ഉണ്ടോ? ബുദ്ധിസ്റ്റ് സ്തൂപം ഉണ്ടോ? അതുകൊണ്ടോ? ആ കാണുന്നതാണ് ബുദ്ധിസ്റ്റ് സ്തൂപ. അങ്ങനെ കുറേ സംഭവം നമ്മളിനി അങ്ങോട്ട് കയറുന്നത് കണ്ടമാനം കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ലൊരു ചേട്ടാ, അത് കാറ്റുള്ളപ്പോൾ നല്ല സെറ്റപ്പായിട്ട് പറക്കുന്നുണ്ടായിരുന്നേ. ഇപ്പം അത് പറക്കുന്നില്ല. നേരത്തെ കാലാവസ്ഥ ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു, ഇപ്പം അത് മാറി ഒരു പ്രത്യേക വെയിലേ അല്ലേ? ഞങ്ങൾക്കും ബോട്ടിങ് ചെയ്യണമെന്നാണ്, പക്ഷെ കൊച്ചു സമ്മതില്ല. അവനെടുത്ത് ചാടും. വെള്ളത്തിനോട് ഭയങ്കര. മീനെ നോക്കണം, മീൻ നോക്കണം. ചൂണ്ടിട്ടാലോ? ഇത് നോക്കിയാ എന്നോ വലിയ മീനാണ്. എന്നോ വലിയ മീനാന്ന് നോക്കിയത്. കുത്തും ഇതിന്റെ അകത്ത് ഇറങ്ങണമെന്നും പറഞ്ഞ ആ കൊച്ചു കിടന്ന് ഇങ്ങനെ ഇഷാനെ ഞങ്ങൾ വരപ്പിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അതിൽ വീഴില്ല. ഞങ്ങൾ കൊച്ചിനെ സമ്മതിക്കില്ല. മറ്റേ സംഭവം എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങും. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ചില സ്ഥലത്ത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ വെകിളിയാ. അവരങ്ങ് എത്തിയടാ.
ഞങ്ങളിവിടെ കുതിരയുണ്ട്. നീ ചെയ്യേ പ്രോബ്ലം अच्छा आता है പ്രോബ്ലം നീ ചെയ്യേ. എൻ്റെ ദൈവമേ, ഇതാണ് ഇവരുടെ മുമ്പിൽ പെട്ടാണ്ടല്ലോ. പിന്നെ ഇവര് നമ്മളെ പെടുത്തും. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലടാ ലിവിനെ? കുതിര ഇഷ്ടം പോലെ ഉണ്ടോ? എല്ലാം ഒരേ വില തന്നെയാട്ടോ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി. 300 രൂപ. 300 രൂപ പൈസ കുറവാ. ഇത് ചില കവലപ്പുണ്ടകൾ ഇതേപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസ് വന്ന് ഇതേപോലെ സിഗരറ്റ് വലിക്കും. എന്ത് മോശമായ പരിപാടിയൊന്നും വലിക്കല്ലപ്പാ. ശരീരത്തിൽ എന്താ അഴുക്കാൻ. പുള്ളിയുടെ കുഞ്ഞമ്മയുടെ പിന്നെ വീതം കിട്ടിയ സ്ഥലം പോലെ പുള്ളി ചെയ്യുന്നത് അല്ലേ. ഇവിടെ വസ്ത്രങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കും. ഇതുണ്ടോ, ഇവിടെ റെന്റിന് കിട്ടും വസ്ത്രം. ഈ കാണുന്നത് അതുണ്ട്. ഇത് ഇങ്ങോട്ട് വന്നേ, ഇവിടെ നിന്ന് കറക്റ്റ് കാണാം. ഇതുണ്ട്, ഇതേപോലെ നമുക്ക് ഡ്രസ്സ് ഇട്ട് ഫോട്ടോഷൂട്ടിങ് സംഭവങ്ങളൊക്കെ ഈ കാണുന്ന അത് ഓന്തിക്കായ ഡ്രസ്. ക്രിസ്മസ് ട്രീ തന്നെ സാധനം തോന്നുന്നുണ്ടോ നീ പറഞ്ഞത്? ഫൈനല്ല, ഇതുണ്ടോ, ഇതാ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കാൻ നേരത്ത് ആ ഒരു മൊണാസ്ട്രിയും പിന്നെ ഇവരുടെ ആ ഒരു ഹോട്ടലും വീടുകളും പിന്നെ അതേപോലെ തന്നെ ആ വെള്ളം ഇതെല്ലാം കൂടെ ഒരു വേറെ ലുക്കാട്ടോ, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് അല്ലടാ ലിബിന? ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. അപ്പനോട് 2 വാക്ക് നമുക്ക് സംസാരിക്കാം. അപ്പൻ അഭിപ്രായം പറയുന്നതായിരിക്കും. പറഞ്ഞോ. ഇതിന് നല്ല കാഴ്ച പിന്നെ എന്നതാ വേണ്ടത്? എന്ത് കാഴ്ച? പൈൻ മരത്തിന്റെ ഇടയിൽ കൂടെ നദിയുടെ സൈഡിൽ കൂടെ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മളും പോയിക്കൊണ്ടേയിരിക്കുന്നു. കഥയാണോ കവിതയാണോ? കവിതയല്ല, ഇത് നടന്ന സംഭവം. ആദ്യം വന്ന സമയത്ത് ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ ഓമിനി നിർത്തിയിട്ട്, ഓർക്കുന്നുണ്ടോ? ചെറിയ വണ്ടിയല്ലേ എവിടെ നിർത്താം? നമ്മുടെ ബസ് ആയതുകൊണ്ടാണ് പണി പാടുന്നത്. നമ്മൾ ട്രാവലർ മാത്രം ഇവിടെ വന്നിട്ടില്ല. ഡാർജിലിംഗ് വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. നോർത്ത് ഈസ്റ്റിലേക്ക് ആദ്യമായിട്ടാണ് ബസ് പോകുന്നത്. നമ്മുടെ പിന്നെ ടിറ്റിനെ പോലെ ഇന്ന് വരെ കാശ്മീർ ലഡാക്ക് ഭാഗത്ത് പോയിട്ടില്ല. അഥവാ ഇവൻ അങ്ങനെ ഇവിടെ പോയിട്ടില്ല, നേപ്പാളിൽ പോയിട്ടില്ല. നേപ്പാളിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ₹100 ആണ് ഇവിടെ പാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ വണ്ടി എടുത്തിട്ട് കുറച്ച് മാറ്റി ഇടാൻ വേണ്ടി പോവാണ്. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത്ര പ്രൈവസിയും സംഭവങ്ങളും പോരാ. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഭക്ഷണമൊക്കെ വെക്കണം. ഈ സ്ഥലത്ത് നിന്ന് വെച്ച് ഭക്ഷണം വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നല്ലൊരു ഗ്രൗണ്ടിലേക്ക് പോവാണ്. അവിടെ പോലീസുകാരുണ്ട് അല്ലേ പിന്നെ? അതെ. ബാബാ 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 ഇല്ല അത് നോക്കോളൂ. ഫൈനലി നമ്മൾ അങ്ങനെ വാഹനം നിർത്തി. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറെ പേർ റെസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് എഡിറ്റിംഗ് ഉണ്ട്. കുറെ പേര് ഒരേ പരിപാടി തന്നെ. ഉടുപ്പ് കാണുന്നില്ല. ഞങ്ങളുടെയൊക്കെ മെയിൻ പ്രത്യേകത തന്നെ അറിയുമോ? നമുക്കൊരു കിടിലൻ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തണമെങ്കിൽ പ്രത്യേകിച്ച് അതിനൊരു പ്രത്യേകം പൈസ കൊടുത്ത് ഹോട്ടലിൽ നിർത്തണം. വാ എടുത്ത് ഞാൻ കാണിച്ചു തരാട്ടോ ഓരോ സംഭവങ്ങൾ. വാ എൻ്റെ കൂട്ടത്തിൽ പോരാ. ഈ സ്റ്റെപ്പ് തുറന്ന് ഈ താഴോട്ട് വരാൻ നല്ല ഒടുക്കത്തെ തണുപ്പാണ്. നോക്കി ഇതല്ലടാ ബേക്കിൽ ഗ്രീസ് ഇല്ലേ? ബാബാ നോക്കിയേ അങ്ങോട്ട് നോക്കി. ഇങ്ങനെ ഡയമണ്ട് കത്തി കിടക്കുന്ന പോലെ കിടക്കുന്ന പറഞ്ഞായിരുന്നു. ഇതുണ്ടോ? ആ 1 ഏക്കർ ജീവിച്ചാൽ എഴുതി തരാണ്. എന്നിട്ടോ എനിക്ക് അറിയാൻ മതി എന്ന് പറഞ്ഞു. എനിക്ക് അത്രയും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഗൈസ് നോക്കൂ. അപ്പൊ ഫൈനലി നമ്മൾ ഈ സാധനം കണ്ടു. നമ്മൾ കിടക്കാൻ പോവാണ്. ഞങ്ങളെ കാണുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പം ഇന്നത്തെ പരിപാടി ഏകദേശം ഞങ്ങള് പുട്ടിന് പീരാന്ന് പറഞ്ഞാൽ നീയും നീലക്കോയിലാണോ പച്ചക്കോയിലാന്ന് പറയാം. ലിവിനെ കണ്ടിപ്പോ ആരെങ്കിലും ബോധം കെട്ടി സാധ്യത. കടവാവില് നിൽക്കുന്ന പോലെ നിൽക്കുക. സത്യം കടവാവില്. നീ വെള്ളാട്ട പോക്കറാന്ന് പറഞ്ഞാൽ മതി. ഇതെന്ന് പറഞ്ഞാണല്ലോ. ഇത് നോക്കിയേ, ഇതിങ്ങനെ നിങ്ങൾ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മലയിൽ എന്താന്നറിയാം, ഫുള്ള് വീടാണിത്. വീടിന്റെ ലൈറ്റ് ആണ് ഇത് മൊത്തം. ഇത് രസമാണ് കാണാൻ വേണ്ടി. സ്റ്റാർട്ട് തുടങ്ങും ഒരു 7 രാവിലെ 7:30 വരെ ഈ ലൈറ്റ് മൊത്തം കാണും ഇവിടെ. പക്ഷെ എല്ലാ വീടിന്റെ ലൈറ്റ് അവര് ഈ ആട്ടുന്നുണ്ടോന്നൊരു സംശയം. ഇങ്ങനെ മാറി മാറിയാ അത് ഊഞ്ഞാല് അവര് കെട്ടിയിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ആട്ടുന്നത് സംശയം ഉണ്ടത്. ലിവിനെ നമുക്കൊരു പ്രാങ്ക് ചെയ്താലോ? റോഡിന്റെ സൈഡിൽ ഒളിച്ചിരുന്നിട്ട് വണ്ടി വരുമ്പോ ചാടിയാലോ? അടി കിട്ടിക്കഴിഞ്ഞാണല്ലോ. അടി കിട്ടില്ല ഇവർക്ക് ഭയങ്കര പേടി. ഡാർജിലിംഗ് പിന്നെ അതേപോലെ അരുണാചല്, സിക്കിം ഇങ്ങനെയുള്ള സ്ഥലം, പിന്നെ ചൈന, കൊറിയ, ജപ്പാൻ, പിന്നെ അതുപോലെ തായ്ലൻഡ്. ഇവർക്ക് പ്രേതത്തെ ഭയങ്കര പേടി. പകൽ ഇവര് ഭയങ്കര സെറ്റപ്പ്. രാത്രി ആയി കഴിഞ്ഞില്ലേ ഒരു വാഴയിൽ അണങ്ങി കഴിഞ്ഞാൽ ഇവര് കാറും. 7 മുഖംമൂടി കൂടെ മേടിച്ചാൽ
അല്ലടാ മറ്റേ തീ കൊത്തിച്ചിട്ട് പൊട്ടിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. അല്ല ഞാൻ ഇങ്ങനെ പോയിട്ട് വണ്ടി ഇങ്ങനെ പേടിച്ചു നോക്കി. നമുക്ക് വേറെ നല്ലൊരു ഐഡിയ ഉണ്ട്. പന്തം എടുക്കുക. എന്നിട്ട് ഇവന് അന്വേഷിച്ച് ഒരടിക്കുമല്ലേ ഇവന് ബൈക്കിൽ ആൾക്കാർ ഉരുണ്ടി പണിയാവേ വല്ല അവരുടെ വല്ല മോങ്കുമാരും വന്ന് ഇതിനെ തളയ്ക്കാൻ വേണ്ടി പോകും. വാടാ നാളെ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി പറ്റൂല. മാങ്ങാത്തൊരു എങ്ങുവാ കളിക്കില്ലേ കരിക്കോ നിന്നെ വിളിച്ചിറക്കിയപ്പോഴേ എനിക്ക് തോന്നിയാൽ ഇത് അബദ്ധമാവും. ഇവനെ